ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ചയാണ്, മക്കൾക്ക് സ്കൂളിൽ പോകേണ്ട ദിവസമാണ്. അവൾ എഴുന്നേറ്റ് വന്നിരിക്കുന്നു. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ പട്ടിയാട്ടോ. പട്ടിക്കുട്ടി എന്ന് പറയാൻ പറ്റത്തില്ല, ആൾക്ക് 3 വയസ്സുണ്ട്. കണ്ടോ, അവൻ എഴുന്നേറ്റില്ല. അച്ചാച്ചി വിളിക്കുക. അവൻ ഇച്ചിരി പാടാണ് എഴുന്നേറ്റ് വരാനായിട്ട്. വന്നാൽ പക്ഷേ ആൾ പെട്ടെന്നെല്ലാം ചെയ്യും കേട്ടോ. ആളങ്ങനൊരു പ്രകൃതമാണ്. കണ്ടോ, അവൾ അകത്തോട്ട് കയറ്റത്തില്ല. കയറ്റിയതിൻ്റെ സന്തോഷത്തിൽ എല്ലാ മുറിയിലും അവൾ ഓടി നടക്കുക. നല്ലൊരു ദിവസമാണെന്ന് തോന്നുന്നു. മഴയൊക്കെ മാറി നിന്ന് നല്ല വെട്ടം. കണ്ടോ, സൂര്യൻ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തുണിയെല്ലാം രാവിലെ മുക്കി വെച്ച് കഴുകാനായിട്ട്. നല്ല അന്തരീക്ഷമല്ലേ. കുറച്ച് തുണിയേ ഉള്ളൂ. രാവിലെ അതെല്ലാം കഴുകി വെക്കണം. മക്കളെ സ്കൂളിൽ വിടണം. അവർ ചോറും കൊണ്ടാണ് പോകുന്നത്. മൗലി ചായ കുടിക്കാനിരിക്കുന്നിടത്ത് അവളും പോയി ഇരിക്കുന്നുണ്ടോ. ജാനി എന്നാണേ പേര്. അവളെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവൾ അകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ കൊണ്ട് പൂട്ടാൻ ഭയങ്കര പാടാണ്. ഉറക്കച്ചടോടുകൂടി എഴുന്നേറ്റ് വരുന്നുണ്ട്. അവിടെ നേരെ ചാടിക്കൊണ്ടാണേ വരുന്നത്, അങ്ങോട്ട് നീങ്ങിയിരിക്കുമെന്നും പറഞ്ഞ്. അവന് പേടിയാണ്. അവളും ജാനിയെടുത്ത് കളിക്കാൻ ചെല്ലത്തില്ല. രാവിലെ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണ്. ഗ്രീൻ പീസ് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. കുഞ്ഞു കലത്തിൽ ചോറാണ്. രണ്ടുപേരും ചോറും കൊണ്ടാണ് പോകുന്നത്. അവർക്കിത് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി മുട്ടയും വറക്കണം. ഇത് തലയിൽ തേക്കാനായിട്ട്, അവൾക്ക് തലയിൽ തേക്കാനായിട്ട് ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും കൂടെ ചൂടാക്കി വെച്ചിരിക്കുവാണ്. അതാണ് തേക്കുന്നത്. ഇടയ്ക്ക് കുറച്ച് ദിവസം ഒന്ന് ചൂടാക്കിയിട്ട് തേക്കും. താരനൊക്കെ നല്ലതാണ്. അപ്പം മോന് ഞാൻ കൈയോടെ തന്നെ എണ്ണ വെച്ച് കൊടുത്ത്. അവനാ വെക്കുന്നതെങ്കിൽ അവൻ ഇച്ചിരി എണ്ണ വെക്കത്തുള്ളൂ. അരി തിളച്ചു. രണ്ടായിട്ടാണ് വെക്കുന്നത്. രാവിലത്തേക്കുള്ളത് വെക്കും, രാത്രി വേറെ ചോറ് വെക്കും. ഇവിടെ ചൂടോടെ വേണം ചോറ്. ചപ്പാത്തിക്ക് വേണ്ടി ഞാൻ കല്ല് വെച്ചു. ഏട്ടൻ കുളിക്കാൻ കയറിയിട്ടുണ്ട്. ഏട്ടൻ ഇപ്പം ഇങ്ങ് വരും കാപ്പി കുടിക്കാനായിട്ട്. അവിടെ തെറുതിക്കാണ് നിൽക്കുന്നത്. ഗ്രീൻ പീസ് കറിയാണേ. ചപ്പാത്തിക്കായതുകൊണ്ട് ചാറിൽ വേണം ഇവിടെ ഗ്രീൻ പീസ് കറി. ചപ്പാത്തിയും ഗ്രീൻ പീസ് കറി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഇന്ന് ചപ്പാത്തി ആക്കിയത്. പിന്നെന്താണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. ഞങ്ങളുടെ ചെറിയ ചെറിയ ദിവസങ്ങളൊക്കെയാണ് ഇതൊക്കെ. ചെറിയ ചെറിയ വിശേഷങ്ങളാണ്. എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ലൈഫിൽ. രാവിലെ എല്ലാവരും നല്ല തിരക്കായിരിക്കും. പ്രത്യേകിച്ച് ഏട്ടൻ രാവിലെ 7 മണിക്ക് ഇറങ്ങും. കണ്ടോ, കാപ്പി കുടിക്കുക വാർത്തയും കണ്ടുകൊണ്ട്. മിക്ക ദിവസങ്ങളിലും അടുക്കളയിലിരുന്നാണ് കാപ്പി കുടിക്കുന്നത് കേട്ടോ. ഇന്ന് മാത്രം വാർത്ത കാണാമെന്നും കരുതിയിട്ട് ടേബിളിൽ ഇരുന്നതാണ്. രാവിലെ കാപ്പി കുടിക്കാൻ ഭയങ്കര മടിയാണ്. ഞാൻ ദേ ഷേക്ക് അടിച്ചിട്ടുണ്ട്. ഷേക്ക് അടിച്ച് കുടിക്കുക, പെട്ടെന്ന് ഇറങ്ങുക, അതാണ് ആൾ. ആ സമയത്ത് മോളിത് എണ്ണ പുരട്ടുക. അത് എണ്ണ പുരട്ടാനൊന്നും പറഞ്ഞ് കുറച്ച് സമയം അവിടെ നിന്ന് കളഞ്ഞിട്ടേ വരത്തുള്ളൂ. കുറേ സമയം എടുക്കും. ആളെല്ലാം പതുക്കെ പതുക്കെ ചെയ്യത്തുള്ളൂ. ഏട്ടൻ ഇറങ്ങിയിട്ടുണ്ട്. ഏട്ടൻ എല്ലാവരോടും മോനും മോക്കും ഒക്കെ യാത്ര പറഞ്ഞ് സ്കൂളിൽ പോകുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ട് പോകും. അവൻ കുളിക്കാൻ കയറി. ഏട്ടൻ അവിടെ ചെന്ന് പോകുവാണെന്ന് പറയാനായിട്ട് പോവുക. അവനോട് പറയാതെ പോകുന്നെങ്കിൽ അവൻ കിടന്ന് ബഹളം ഉണ്ടാക്കും. ഞാനും ഏട്ടനും കൂടെ ഇറങ്ങിയേ. ഞാൻ ഗേറ്റ് തുറക്കാനായിട്ട് പോവുക. ഇതെന്നും ഇവിടെ പതിവാണ്. എന്നിട്ട് വണ്ടിയുടെ അടുത്ത് എന്നിട്ട് കുറച്ച് നേരം വർത്താനം പറയും. എന്തുവാ പറയുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ 5 മിനിറ്റ് അവിടെ നിന്ന് വർത്താനം പറഞ്ഞ് ഏട്ടനെ വിട്ടിട്ടേ ഞാൻ അകത്തോട്ട് കയറത്തുള്ളൂ. ഞാൻ ഏട്ടനെ വിട്ടിട്ടൊക്കെ വന്നപ്പം രണ്ടുപേരും കുളിയും കഴിഞ്ഞ് വന്ന് കാപ്പി കുടിക്കാൻ ഇരുന്നു. റെഡിയാക്കി വെക്കുവാണെങ്കിൽ തന്നെ എടുത്ത് കഴിച്ചോളും. നമ്മൾ എടുത്തു കൊടുക്കണമെന്നൊന്നുമില്ല. ഉപ്പുമുളകുമാണേ കാണുന്നത്. രാവിലെ ഇവിടെ പതിവാണ്. അവൻ അങ്ങനെ ഉപ്പുമുളകിനായിട്ട് കാണാനായിട്ട് ഇരിക്കത്തില്ല. ആ സമയം കൊണ്ട് ഞാൻ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി മുട്ടയും വറുത്ത് ചോറെടുത്ത്. കുഞ്ഞു ഡപ്പ അവനും വലിയ ഡപ്പ അവക്കുവാണേ. ഇവിടെ 2 കറി കൂടുതൽ കൊടുത്തു വിടുവാണെങ്കിൽ ഏതെങ്കിലും ഒരു കറി തിരിച്ചു കൊണ്ടുവരും. അപ്പം മിക്കപ്പോഴും ചാറ് കറിയും ഒരു പപ്പടം വറുത്തയോ മുട്ട വറുത്തയോ ആയിരിക്കും. മെഴുക്ക് പുരട്ടി ഉണ്ടെങ്കിൽ ഒരു മീൻ വറുത്തയോ മുട്ട വറുത്തയോ എന്തെങ്കിലും ആയിരിക്കും. 3 കറിയൊക്കെ കൊടുത്തു വിടുവാണെങ്കിൽ, അച്ചാറാണെങ്കിൽ പോലും എന്തെങ്കിലും ഒന്ന് തിരിച്ചു കൊണ്ടുവരും. അതിവിടെ പതിവാണേ. അതുകൊണ്ട് 2 കറിയേ കൊടുത്തു വിടത്തുള്ളൂ. അവർക്ക് ഇഷ്ടമുള്ളതാണ്. അതും കൂട്ടി കഴിച്ചോളും ചോറ്. ആ കൊടുത്തു വിടുന്ന മുഴുവൻ കഴിക്കും. ഫുഡ് പാഴാക്കത്തില്ല. അങ്ങനെ പാഴാക്കുമെന്നാണെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നതുകൊണ്ടേ ഫുഡ് സ്കൂളിൽ കളയാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ തിരിച്ചു കൊണ്ടുവരുമ്പോൾ നമുക്ക് പാത്രത്തിൽ അറിയാൻ പറ്റും. അതുകൊണ്ട് അവർക്ക് കഴിക്കാവുന്നതാണ് കൊടുത്തു വിടുന്നത്. കുടിവെള്ളം ഞാൻ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചെറു ചൂടോടുകൂടി തന്നെ കുപ്പിയിൽ ഒഴിച്ചു കൊടുക്കും. അതാകുമ്പം ഉച്ചവരെയൊക്കെ അത്യാവശ്യം ചൂട് കാണുമെന്നാണ് മക്കൾ പറയുന്നത്. ഇനിയിപ്പോൾ ഇനി ഉച്ചലത്തേക്ക് ഇനി മീൻ കിട്ടണം, തുണി കഴുകണം, അടുക്കളയൊക്കെ തൂത്തുവാരി വൃത്തിയാക്കണം. രാവിലെ ഇവരെ വിടുന്നത് വരെയും നല്ല ജോലിയായിരിക്കും. എല്ലാം
4 തട്ടയിലായിരിക്കും കിടക്കുന്നത്. ഇവരെ ഒന്ന് വിട്ടാലേ അതെല്ലാം വൃത്തിയാക്കാൻ പറ്റത്തുള്ളൂ. എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? രാവിലെ 10 കയ്യുമായിട്ട് അടുക്കളയിൽ കയറുന്നത്. എന്തൊക്കെ ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ ജോലിയായിരിക്കും. ഈ ജോലിയുടെ ഇടയ്ക്ക് ഇതെല്ലാം കഴിഞ്ഞ് ഇവരെയൊക്കെ വിട്ടിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഒരു മനസ്സമാധാനമാണ്. എനിക്ക് പഠിക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് ജോലി തീർക്കുക. കുറച്ച് പാത്രമുണ്ട് കഴുകാൻ, ബാക്കിയെല്ലാം കഴുകി വെച്ചായിരുന്നു. ഇനി എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. അവർ പോകുന്നതിന് മുമ്പ് തന്നെ തുണി കഴുകി ഇടണമെന്ന് വിചാരിക്കുന്നു. അവർ ഇതാ മുമ്പേ ഒരുങ്ങി ഇറങ്ങും. ഒരുക്കാനൊന്നും നമ്മൾ ചെല്ലണ്ട, തന്നെയെല്ലാം ഒരുങ്ങി പൊക്കോളും. അങ്ങനെയൊന്നും നമുക്കൊരു പ്രശ്നമേ ഇല്ല. അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് കണ്ടില്ല, അങ്ങനൊന്നും പറഞ്ഞ് വാലേ വരത്തില്ല. അതെല്ലാം അവർ പെർഫെക്റ്റായിട്ട് ചെയ്തോളും. അക്കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്, അതെന്ത് ചെയ്യും അമ്മ, അതെടുത്തതാ, ഫുഡ് വാരിത്താ, ഇതങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. പഠിക്കുന്ന കാര്യത്തിൽ നമ്മളൊന്ന് കൂടെ നിൽക്കണമെന്നേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട്. കണ്ടോ, രണ്ടുപേരും ഇറങ്ങി. മോൻകുട്ടന് യൂണിഫോം കിട്ടിയിട്ടില്ലേ, താമസിച്ചാണ് കിട്ടിയത്, തയ്ച്ച് കിട്ടിയിട്ടില്ല. അവൾക്ക് യൂണിഫോമിൻ്റെ തുണി കിട്ടിയതേ ഉള്ളൂ. പക്ഷേ അവൾ കഴിഞ്ഞ വട്ടത്തെ യൂണിഫോമാണ് ഇട്ടുകൊണ്ട് പോകുന്നത്. ടാറ്റയും പറഞ്ഞ് രണ്ടുപേരും പോവുക. ഇനിയിപ്പം ഒരു 4 മണി വരെ ഞാനിവിടെ ഒറ്റയ്ക്കാം. നമ്മുടെ മീൻകാരൻ ചേട്ടൻ വന്നിട്ടുണ്ടേ. 2 ദിവസമായി പുള്ളിക്കാരൻ വന്നിട്ട്. 2 ദിവസം നമുക്ക് പച്ചക്കറിയായിരുന്നു. അപ്പോൾ ഇക്ക പറയുമായിരുന്നു മീനൊക്കെ ഭയങ്കര കുറവാണെന്ന്. വിലയുമാണ് മീൻ. കുറച്ച് ചെമ്മീൻ ഇട്ട് തന്നു. ഇന്ന് പൊടിമീനെല്ലാം കൂടാണേ. കരിനന്തനും കൊഴുവയും തിരിയാൻ എന്ന് പറഞ്ഞ മീനുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുറച്ചെങ്കിൽ അതും കൂടി ഇട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ബാക്കി എല്ലാവരെയും വിട്ടിട്ട് ഞാൻ ഇനി കാപ്പി കുടിച്ച് ബാക്കി ജോലി നോക്കാം.